എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. വളരെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അപ്പം ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നും 13 കിലോമീറ്റർ ദൂരമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലേക്കുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്റുറയ്ക്കൽ എന്ന സ്ഥലത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. അതുപോലെ ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോട് കൂടിയ പ്രവേശന കവാടങ്ങളാണ്. ഇവയിൽ കിഴക്ക് ഭാഗത്തായി കാണുന്ന ആനകളുടെ രൂപങ്ങളാണ് ഏറ്റവും വലുത്. ഗോപുരത്തിന് 3 നിലകളാണുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ചെങ്കൽ ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച കൃഷ്ണൻകുട്ടി എന്ന കുഞ്ഞു ബാലൻ അദ്ദേഹത്തിൻ്റെ ഏകദേശം 3 വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുന്നത് പതിവായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചിരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ അടുത്തായി ഒരു പുറ്റ് വളർന്നു വലുതായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ പലതവണ ആ പുറ്റ് തകർക്കാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം ആ പുറ്റ് പൂർവാധികം ശക്തിയോടുകൂടി വളർന്ന് വലുതാകുമായിരുന്നു. ഒരിക്കൽ പുറ്റ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരു നാഗം പുറത്തേക്ക് വന്നു. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവിടെ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ പ്രദേശവാസികൾ ആ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി. കൃഷ്ണൻകുട്ടി എന്ന ആ ബാലൻ പിന്നീട് വളർന്നു വലുതായപ്പോൾ അവിടെ ഒരു ചെറിയ ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കാഞ്ചീപുരം കാമകോടി പീഠത്തിൻ്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്നും സന്യാസം സ്വീകരിച്ച് സ്വാമി മഹേശ്വരാനന്ദ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പണിയ ചെറിയ ക്ഷേത്രമാണ് ഇന്ന് ലോക പ്രശസ്തി ആർജിച്ച് ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം. ഞാനിനി 7 നിലകളുള്ള ഈ മഹാശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടെ നമുക്ക് വീഡിയോസോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡല്ല. നമ്മുടെ കൈവശമുള്ള മൊബൈലും ക്യാമറകളും ഒക്കെ കൗണ്ടറിൽ കൊടുത്ത് ടോക്കൺ വാങ്ങിച്ചതിന് ശേഷം വേണം അകത്തേക്ക് പോകുവാനായിട്ട്. അപ്പം അകത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം അകത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.